പ്രിയക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതയാത്രയിൽ അനേകരെ ദൈവം തൻ്റെ അതിമഹത്തായ ദൗത്യങ്ങൾക്കായിട്ട് വിളിക്കാറുണ്ട്. എന്നാൽ ആ ദൗത്യങ്ങൾ പൂർണ്ണമാക്കുവാൻ അനേകമായ പടവുകൾ അവർ കയറേണ്ടതുണ്ട്. ദൈവം ഒരുവനെ അതിമഹത്തായിട്ടുള്ളൊരു കാര്യം പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും അവൻ്റെ കരങ്ങളിൽ നൽകിക്കൊണ്ടല്ല അവനെ വിളിക്കുന്നത്. പിന്നെയോ താൻ വിളിക്കുന്ന വ്യക്തി അവൻ്റേതായിട്ടുള്ള കഴിവുകൾ സർവ്വതാ ഉപയോഗിച്ച് സാഹചര്യങ്ങളെ അവൻ കീഴടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മുന്നേറുമ്പോഴാണ് ദൈവം അവനാവശ്യമായ ഓരോ ഘടകങ്ങൾ നൽകുന്നത്. അങ്ങനെ അനേകമായ പടവുകൾ കയറിയാണ് അവസാനം ദൈവത്തിൻ്റേതായിട്ടുള്ള അതിമഹത്തായ ദൗത്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ പടവുകൾ അവൻ കയറുമ്പോഴും അവിടെയൊക്കെയും പിശാച് സർവശക്തിയോടും കൂടി അവൻ്റേതായിട്ടുള്ള പരിശ്രമങ്ങളെ തകർക്കുവാനായിട്ട് ശ്രമിക്കും. ദൈവം വിളിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇപ്രകാരമുള്ള പരീക്ഷണങ്ങളെ ജയിക്കണമെന്ന് ദൈവം പറയുകയില്ല. ഇങ്ങനെയുള്ള പരീക്ഷണം ഉണ്ടാകുമെന്ന് ദൈവം പറയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിനു വേണ്ടിയുള്ള അതിമഹത്തായ ദൗത്യങ്ങൾ പൂർണ്ണമാക്കുവാൻ കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള അനേക പ്രതിബന്ധങ്ങൾ പിശാച് സൃഷ്ടിക്കുന്നവ, മനുഷ്യ സൃഷ്ടിക്കുന്നവ, അങ്ങനെ അനേകമായ പ്രതിബന്ധങ്ങൾ കടന്നേ അവിടെ എത്തുവാൻ കഴിയുകയുള്ളൂ. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം വാഗ്ദത്തം ചെയ്തു. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമാണ്. 430 വർഷക്കാലം അടിമവേല ചെയ്ത് തകർന്ന ഒരു ജനതയാണ്. അവർ കനാനിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. മിസ്രൈമിൽ നിന്ന് അഥവാ ഈജിപ്തിൽ നിന്ന് അവർ വിമോചിതരായി മുൻപോട്ട് പോകുമ്പോൾ അവർ വിചാരിച്ചു കനാൻ ദേശം വളരെ അടുത്ത ഒരു ദേശമാണ്. അപ്പോൾ അത് വളരെ സുഗമമായിട്ട് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. തങ്ങൾക്ക് അവകാശമായിട്ട് അത്യുന്നതനായ ദൈവം നൽകാൻ പോകുന്ന ദേശമാണ്. ആ കനാൻ ദേശത്തേക്ക് മോശയുടെ നേതൃത്വത്തിൽ അവർ യാത്ര തിരിച്ചു. മോശ പിതാവും വിചാരിച്ചിട്ടുണ്ടാവും വളരെ എളുപ്പമായൊരു കാര്യമാണ്. ഈ ജനത്തെ കനാനിലെത്തിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ അവർ യാത്ര തിരിക്കുമ്പോൾ മുതൽ അവരുടെ മുൻപിൽ ഓരോ പ്രതിബന്ധങ്ങളാണ്. ആദ്യമായി അവർ അഭിമുഖീകരിക്കുന്നത് ചെങ്കടലിനെയാണ്. ഒരിക്കലും തരണം ചെയ്ത് ആ ചെങ്കടലിനെ തരണം ചെയ്ത് അല്ലെങ്കിൽ അത് കടന്ന് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥ. അവരുടെ മുൻപിൽ ചെങ്കടൽ നിൽക്കുമ്പോൾ അവരെ വിട്ടയച്ച ഫറവോൻ അവൻ്റെ സർവ്വവിധമായ ശക്തിയോടും 600 വിശിഷ്ടമായ രഥങ്ങളും കൊണ്ട് മഹത്തായ സൈന്യം കൊണ്ട് അവരുടെ പിന്നാലെ അടുത്ത് വരികയാണ്. അവരുടെ ആദ്യജാതന്മാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുവാൻ. മിസ്രൈമിലെ ആദ്യജാതന്മാരെ കടിഞ്ഞൂലെല്ലാം യഹോവയുടെ ദൂതനാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. വലിയ വിലാപമാണ്. അപ്പോൾ വൈരാഗ്യത്തോടുകൂടിയാണ് അവർ വരുന്നത് ഇസ്രായേൽ മക്കളെ തകർത്ത് കളയുവാൻ. ഇവർക്ക് ഓടിപ്പോയി രക്ഷപ്പെടുവാൻ സാധ്യമല്ല. കാരണം ഒരു വശത്ത് വളരെയധികം വിജനമായ കാടുകളാണ്, മറ്റു വശത്ത് മിസ്രൈമിൻ്റെ അല്ലെങ്കിൽ ഈജിപ്തിൻ്റേതായിട്ടുള്ള സൈന്യ വ്യൂഹത്തിൻ്റെ താവളങ്ങളാണ്. ഓടി ചെന്നാൽ കടലിലേക്ക് ചാടുകയല്ലാതെ മറ്റു മാർഗമില്ല. ആ സാഹചര്യത്തിൽ നിസ്സഹായരായിട്ട് അവർ ദൈവത്തോട് നിലവിളിച്ചു. അങ്ങനെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ, മനുഷ്യൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്. ചെങ്കടലിനെ ദൈവം പിളർക്കുകയാണ്. ഉണങ്ങിയ നിലത്തുകൂടി അവർ അക്കരെ കടന്നു. ഫറവോനും സൈന്യം അവരെ പിന്തുടർന്നു. ചെങ്കടലിൻ്റെ നടുക്ക് ഫറവോനും സൈന്യം എത്തിയപ്പോൾ
ദൈവം മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ചെങ്കടൽ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരുവാൻ മോശ പ്രാർത്ഥിച്ചു. അങ്ങനെ തൻ്റെ ജനത്തെ പീഡിപ്പിച്ചിരുന്ന ഫറവോനും അവൻ്റെ സൈന്യവും സമ്പൂർണമായി ചെങ്കടലിൽ മുങ്ങിത്താഴുകയാണ്. അപ്പോൾ ചെങ്കടൽ മുമ്പിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ചെങ്കടലിനെ പിളർക്കുന്ന ദൈവമാണ് അവരുടെ ദൈവമെന്ന് ലോകം മനസ്സിലാക്കണം. അവരുടെ ശത്രുവിനെ എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്യണമെങ്കിൽ ഒരു ചെങ്കടലാണ് ആവശ്യം. ഇവർക്ക് യുദ്ധം ചെയ്ത് ഫറവോനെയോ സൈന്യത്തെയോ കീഴടക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഒരു യുദ്ധവും ചെയ്യാതെ, ഒരു തുള്ളി രക്തം ചൊരിയാതെ ഫറവോനും അവൻ്റെ വിശിഷ്ട സൈന്യം 600 രഥങ്ങളെല്ലാം ഒരുപോലെ ചെങ്കടലിൽ മുങ്ങിപ്പോവുകയാണ്. അപ്പോൾ പിന്നെ തുടർന്ന് അനേകമായിട്ടുള്ള തടസ്സങ്ങൾ. ഭക്ഷിക്കുവാനായിട്ട് ഒന്നുമില്ല, മന്ന ദൈവം നൽകുന്നു. മാറായിരുന്നു, വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ വെള്ളം കയ്പാണ്, മാറയെ മധുരമാക്കുന്നു. അങ്ങനെ അവർ മുൻപോട്ട് പോകുമ്പോൾ യോർദാൻ നദി, യെരിഹോ മതിൽ, അതേ 31 കനാന്യ രാജാക്കന്മാർ, എത്രയോ തടസ്സങ്ങളാണ്. എന്നാൽ അവയൊന്നിലും ദൈവം തൻ്റെ ജനത്തെ പരാജയപ്പെടുത്തുന്നില്ല. അവയെ ഓരോന്നായി കീഴടക്കിക്കൊണ്ട് അവർ അവസാനം കനാൻ ദേശത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം അവന് നൽകുവാൻ ആഗ്രഹിക്കുന്ന അതിമഹത്തായിട്ടുള്ള പദവികളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയണമെങ്കിൽ, അവന് ദൈവത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന അതിമഹത്തായ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയണമെങ്കിൽ ഇപ്രകാരമുള്ള അനേക കടമ്പകൾ കടന്നേ മതിയാകും. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് പിശാചാണ്. ഒരു വ്യക്തി ദൈവസന്നിധിയിൽ വളരുവാനോ, ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റേതായിട്ടുള്ള അതിമഹത്തായ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാനോ പിശാച് ഒരിക്കലും അനുവദിക്കുകയില്ല. അതിനുവേണ്ടി അവൻ ആവോളം പരിശ്രമിക്കും. അവസാന നിമിഷം വരെ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ചിലത് വീണു പോകും. അപ്പോൾ അവൻ ഉപയോഗിക്കുന്ന പല മാധ്യമങ്ങളുണ്ട്. ഇപ്രകാരം പ്രവർത്തിക്കുന്ന, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങുന്ന, ദൈവിക ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്ന, ദൈവജനത്തെ തകർക്കുവാൻ അവൻ പല മാധ്യമങ്ങൾ ഉപയോഗിക്കും, പല ആയുധങ്ങൾ ഉപയോഗിക്കും. അപ്രകാരമുള്ള ഒരു സംഭവം 1 ശമൂവേൽ 17-ാം അധ്യായം 24-ാം വാക്യത്തിൽ വായിക്കുവാൻ കഴിയും. You see, we find that when people take up mighty missions for God, and when God promises great things for His people, there are many obstacles before them. And many wonder, why should God create these obstacles? Because it is God who had called, it is God who had set them forth. And why these obstacles are there? We find that in the lives of many in the Bible itself. The children of Israel were promised Canaan. And when they came out of Egypt, we find a series of obstacles which never allowed them to go forward initially. But when they prayed, when they called upon God and cried out, we find God removing each obstacle and making it a blessing for them. This is true. So when the children of Israel came out of Egypt, when they were going forward, we find the Red Sea before them. And when they cried out to God, He parted the Red Sea. And then so many miracles, one after another. The obstacles are all removed by great and mighty miracles by the Almighty God. So, Satan uses many weapons to stop children of God from achieving mighty blessings from God. We find one such incident in 1 Samuel chapter 17 verse 24. 1 ശമൂവേൽ 17-ാം അധ്യായം 24-ാം വാക്യത്തിൽ അപ്രകാരം ഒരു സംഭവം കാണുവാൻ കഴിയും. അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി. ഇവിടെ ദൈവത്തിൻ്റെ ജനം
ഒരു വ്യക്തിയെ കണ്ട് ഭയന്ന് ഓടുകയാണ്. ഈ സംഭവം നമുക്ക് സുപരിചിതമാണ്. ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരുമായിട്ട് ദീർഘകാലം യുദ്ധത്തിലാണ്. അങ്ങനെ ഫെലിസ്ത്യരും ഇസ്രായേൽ മക്കളും യുദ്ധത്തിനായിട്ട് തയ്യാറായി പരസ്പരം ഏറ്റുമുട്ടുവാനായിട്ട് കടന്നു വന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും, ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിനായി ഇസ്രായേൽ സൈന്യം ആർത്ത് വിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. വളരെ ആവേശത്തോടെ ഈ ഫെലിസ്ത്യ സൈന്യത്തെ നേരിടുവാൻ അവർ പുറപ്പെടുകയാണ്. എന്നിട്ട് 21-ാം വാക്യത്തിൽ ഇസ്രായേലിയ സൈന്യവും ഫിലിസ്ത്യരും മുഖാമുഖമായിട്ട് അണിനിരന്നു യുദ്ധത്തിനായിട്ട്. അങ്ങനെ മുഖാമുഖമായിട്ട് നിൽക്കുമ്പോൾ 23-ാം വാക്യത്തിൽ അവിടെ ഒരുവൻ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഗത്യനായ ഗോല്യാത്ത് ഫെലിസ്ത്യ മല്ലൻ ഫെലിസ്ത്യ നിരകളിൽ നിന്ന് വന്ന് പതിവ് പോലെ അവരെ വെല്ലുവിളിക്കുന്നത് ദാവീദ് കേട്ടു. ഇങ്ങനെ യുദ്ധത്തിന് മുഖാമുഖമായി അണിനിരന്ന് കഴിഞ്ഞപ്പോഴാണ് ഫെലിസ്ത്യ സൈന്യത്തിന് നടുവിൽ നിന്ന് ഈ ഗോല്യാത്ത് എന്ന മല്ലൻ പുറപ്പെട്ടു വരുന്നത്. എന്നിട്ട് അവൻ ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളി കേട്ടപാടെ അവനിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഇസ്രായേൽ സൈന്യം തിരിഞ്ഞോടുകയാണ്. അതാണ് നാം വായിച്ചു കേട്ട ഭാഗം. അവനെ കണ്ടപ്പോൾ ഇസ്രായേലരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവൻ്റെ മുൻപിൽ നിന്ന് ഓടി. ഇവിടെ കാഴ്ച സൃഷ്ടിക്കുന്ന ഭയമാണ്. കാരണം ഈ മലനായ ഗോല്യാത്തിന് 9 അടി 9 ഇഞ്ച് ഉയരമുണ്ട്. അവൻ്റെ ആയുധവർഗത്തിന് അതുപോലെ തന്നെയുള്ള വലിയ സന്നാഹമുണ്ട്. അവൻ്റെ മുൻപിൽ ഇസ്രായേൽ മക്കൾ ആരുമില്ല. ഇപ്രകാരമുള്ള ആജാനബാഹുവായ ഒരു മനുഷ്യൻ, അവനുള്ള ആയുധം തന്നെ അത്രമാത്രം വലിപ്പമുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇസ്രായേൽ മക്കൾ ഇവനെ കണ്ടപ്പോൾ അവർ ഭയന്ന് വിറച്ച് ഓടുകയാണ്. എല്ലാവരും ഓടി. ശമൂവേൽ പ്രവാചകനാൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവാണ് ശൗൽ രാജാവ്. ശൗലും ഓടി. എന്നാൽ ശമൂവേൽ പ്രവാചകനാൽ തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട രണ്ടാമത്തെ രാജാവായ ദാവീദ് അത് കേട്ടു. അപ്പോൾ ദാവീദ് രാജാവല്ല, ഒരു യൗവനക്കാരൻ മാത്രം. പക്ഷേ അവനെ ദൈവം ഇസ്രായേലിൻ്റെ അടുത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞു. മറ്റാരും അത് അറിയുന്നില്ല. ഒരേ പ്രവാചകനാണ് രണ്ടുപേരെയും അഭിഷേകം ചെയ്തത്. എന്നാൽ ഈ മല്ലനായ ഗോല്യാത്തിൻ്റെ വെല്ലുവിളി ഇവരിൽ രണ്ടുപേരിലും സൃഷ്ടിച്ചത് 2 പ്രതികരണങ്ങളാണ്. ഇസ്രായേലിൻ്റെ രാജാവായി അവരോധിക്കപ്പെട്ട ശൗലോൻ്റെ സൈന്യവും തിരിഞ്ഞോടിയപ്പോൾ യാതൊരു വിധത്തിലുള്ള സൈന്യബലമില്ലാതെ, യാതൊരു വിധത്തിലുള്ള ആയുധവും കയ്യിലില്ലാതെ ഏകനായിട്ട് നിന്നുകൊണ്ട് ഗോല്യാത്തിനെ നേരിടുവാനായിട്ട് മറ്റൊരുവൻ തയ്യാറായി. അവനും അതേ പ്രവാചകനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ദാവീദ്. 2 പ്രതികരണങ്ങളാണ്. അവൻ്റെ 9 അടി 9 ഇഞ്ച് നീളം ദാവീദിനെ ഭയപ്പെടുത്തിയില്ല. കാരണം അവന് അത്യുന്നതനായ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ, അതായത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിട്ട് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഗോല്യാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവനെ ആർക്കും അറിഞ്ഞുകൂടാ. ദാവീദ് എന്ന് പറയുന്ന ഇടയ ചെറുക്കനെ ഇസ്രായേലിൽ ആർക്കും അറിഞ്ഞുകൂടാ. ആ അവസ്ഥയിൽ അവൻ മുൻപോട്ട് വരികയാണ്. എങ്ങനെ ഒരു രാജാവെന്ന് പറയുന്ന വ്യക്തി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ ആ രാജ്യത്തെ പ്രജകളെല്ലാം അറിഞ്ഞിരിക്കണം, അങ്ങനെ അറിയണം. അതാണല്ലോ രാജധർമ്മം.
ഇത് ദൈവം അംഗീകരിച്ചു അല്ലെങ്കിൽ ദൈവം അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞാൽ മനുഷ്യർ അത് സ്വീകരിക്കുകയുമില്ല. ആ പശ്ചാത്തലത്തിൽ ദൈവം അതിനുവേണ്ടി ഒരു അവസരം ഒരുക്കി കൊടുത്തു. ആ അവസരം ദാവീദ് പിടിച്ചെടുത്തു എന്ന് ഞാൻ പറയും. കാരണം ദൈവം ദാവീദിനോട് പറഞ്ഞില്ല, നീ പോയി ഗോലിയാത്തിനോട് പടവെട്ടുക, ഞാൻ നിനക്ക് വിജയം തരാം, അപ്പോൾ നിന്നെ ജനമെല്ലാം അംഗീകരിക്കും. ഇതൊന്നും ദൈവം പറയുന്നില്ല. പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ദാവീദിൻ്റെ സ്വാതന്ത്ര്യമാണ്. ദൈവത്തോടുള്ള അമിതമായ സ്നേഹത്തിൽ, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ ദാവീദ് മല്ലനായ ഗോലിയാത്തിൻ്റെ വിളി ഏറ്റെടുത്തു. എന്നിട്ട് ഒരു കൊച്ചു വെള്ളാരം കല്ലുകൊണ്ട് അവൻ ഈ ഗോലിയാത്തിനെ വീഴ്ത്തിയത് മാത്രമല്ല, ഗോലിയാത്തിൻ്റെ വാളൂരി അവൻ്റെ കഴുത്ത് വെട്ടിയെടുത്തു. അത് ചില നിമിഷങ്ങൾ കൊണ്ട് അവൻ ഇസ്രയേൽ മുഴുവൻ പ്രസിദ്ധനായി. പടപൊരുതിയിട്ടല്ല, പിന്നെയോ ദൈവം നൽകിയ ഒരവസരം അവൻ വിനിയോഗിച്ചു. കാഴ്ച കൊണ്ട് അവൻ ഭയപ്പെട്ടില്ല, കാഴ്ച കണ്ട് അവന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഈ കാഴ്ച കൊണ്ട് അനേകർ ഭയപ്പെടുത്താണ്ട് ശ്രമിക്കും. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനൊരു സംഭവം കാണുവാനായിട്ട് കഴിയും. So what I was talking to you was about David hearing the challenge of Goliath, the giant. When Goliath challenged, Saul and his army ran away. And the only one to remain in that battlefield was David. And he was confident and he was brave enough to meet Goliath because he knew that the Lord was with him. He could do anything with God. And we find David coming victoriously with the head of Goliath. So, he too was exposed to the sight of Goliath. But he was not afraid. Satan uses the mighty weapon of sight. When Saul and his soldiers saw Goliath, they were afraid. But not David. So, it was God's plan, but the problem is that God had given a plan which he had not informed David earlier. David accepted it and he became victorious. That's the most important thing. In Numbers 13:33, we find people of God who are deceived by this weapon of Satan, sight. സംഖ്യാപുസ്തകം 13-ാം കാണുവാൻ കഴിയും. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വെട്ടുക്കിളികളെ പോലെ തോന്നി. 12 spies were sent by Moses to examine the country ahead. That's Canaan. How to conquer this place? What is the strategy? So for that these spies were sent. And when they saw the people who were very big, having huge stature. They were afraid. And they came back. And it was only 11 more days to reach Canaan. They were at the gate of Canaan. And we find that these people lost their hope and faith in God. 10 spies of the 12 sent were reluctant to go forward. They want to go back. So only people who wanted to go and conquer these people were Joshua and Caleb. Because from each tribe, one person had to go. So Joshua and Caleb strengthened the people, but they were not listening. And we find that they were about to stone these people.
they came and reported to the people about the giants whom they saw there. They were just like grasshoppers in front of those giants. That's what they told the people. And the people started crying out. This is a place which eats up the people. And we find the children of Israel rebelling against Moses and Aaron. They want to stone them. And immediately God intervenes. And there was only actually 13,880 days more to reach Canaan. Only that many days. But because they rebelled or hurt the servants of God, they had to wander in that desert for 13,880 days more. അപ്പോൾ അവർ ദൈവത്തെ പരീക്ഷിച്ചു, ദൈവത്തെ വെല്ലുവിളിച്ചു. എന്നിട്ട് കനാനിൽ പ്രവേശിക്കുന്നതിന് വെറും 11 ദിവസം മാത്രമാക്കി നിൽക്കുമ്പോൾ അവർക്ക് ദൈവത്തെ സമ്പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവിടെ ഞങ്ങൾ അനാക്യമല്ലന്മാരെ കണ്ടു, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വെട്ടുക്കിളികളെ പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മടങ്ങി മിസ്രൈമിലേക്ക് പോകണമെന്നുള്ള അഭിപ്രായം വരെ പൊന്തി വന്നു. അപ്പോൾ യഹോവയുടെ കോപം ജ്വലിച്ചു, അവനവരെ ശിക്ഷിക്കുകയാണ്. എന്താണ് ശിക്ഷ? 40 വർഷം ഈ മരുഭൂവിൽ തന്നെ നിങ്ങൾ കിടന്ന് കറങ്ങും. യോശുവയും കാലേബും അവരെ ബലപ്പെടുത്തുവാൻ ശ്രമിച്ചു. നമ്മോട് കൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുതെന്ന് പറയുവാൻ ശ്രമിച്ചു. അപ്രകാരം അവർ വസ്ത്രം കീറിക്കൊണ്ട് ആ ജനങ്ങളോട് അപേക്ഷിച്ചു. പക്ഷേ അവരവരെ കല്ലെറിയുവാനായിട്ട് ഭാവിക്കുകയാണ്. ദൈവം അവിടേക്ക് ഇറങ്ങി വന്നു. തൻ്റെ കോപത്തിൻ്റെ അഗ്നി ജ്വലിച്ചു. തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇവർ പ്രകാരം പറയുന്നത്. പുതിയൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് തിരിച്ച് മിസ്രൈമിലേക്ക് പോകുവാനുള്ള ആലോചന അവർ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഈ ദേശം അവരെ വിഴുകിക്കളയുമെന്ന് പറഞ്ഞതാണ്. തന്നിമിത്തം 11 ദിവസം കൊണ്ടെത്താവുന്ന കനാൻ ദേശത്ത് അവരെത്തിയത് 40 വർഷം കഴിഞ്ഞാണ്. അനാക്യമല്ലന്മാരെ അവർ കണ്ടു. ആ അനാക്യമല്ലന്മാർ അവരെ ഭയപ്പെടുത്തി. കാഴ്ച എൻ്റെയും നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ദൈവത്തിന് വേണ്ടി അതിമഹത്തായ ദൗത്യങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മൾ തീരുമാനിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ കാഴ്ച നമ്മളെ ഭയപ്പെടുത്തരുത്. നാം നോക്കുന്നത് ദൈവത്തിങ്കിലായിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നാകും. Our eyes should be always fixed on God. Then Satan can never deceive us with sight. Whatever we see, we are not bothered about it, because we know that God would do mighty things for us. So, let us fix our eyes upon God. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താം. അതെ, ഇസ്രായേൽ മക്കൾക്ക് പറ്റിയതുപോലെ, ഗോല്യാത്തിനെ കണ്ട് ഭയന്ന് ഓടിയതുപോലെ, അനാക്യമല്ലന്മാരെ കണ്ട് ദൈവത്തിൻ്റെ കോപം പിടിച്ചു വാങ്ങിയതുപോലെ, നാം കാണുന്ന കാഴ്ചകൾ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുവാനിടയാകാതെ വിളിച്ചവൻ വിശ്വസ്തൻ എന്നുള്ള പരമോന്നതമായ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്ഥപിതാവും ദൈവമേ, വിലയില്ലാതെ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. പലപ്പോഴും കാഴ്ച കൊണ്ടും ശബ്ദം കൊണ്ടും ഒക്കെയും പിശാച് ഞങ്ങളെ പരീക്ഷിക്കുമ്പോൾ ഞങ്ങൾ ഭയപ്പെട്ട് നിശ്ചലരായി പോയിട്ടുണ്ട്, പിന്മാറിയിട്ടൊന്ന് സമ്മതിക്കുന്നു. അവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകാത്തക്കോണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുനാഥൻ അപേക്ഷിക്കുന്ന കേൾക്കുമാറാണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.